കൊല്ലം കരുനാഗപ്പള്ളിയിൽ MDMAയുമായി DYFI പ്രവർത്തകൻ അറസ്റ്റിൽ. തഴവ മണപ്പള്ളി സ്വദേശി രാജേഷാണ് അറസ്റ്റിലായത്. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേർന്നുണ്ട്. മനോജ, എപ്പോഴാണ് സംഭവം? വിഷ്ണു, ഓപ്പറേഷൻ ഡീഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി തന്നെ നടത്തിവരുന്ന ഈ പരിശോധനയ്ക്കിടെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഇത്തരത്തിൽ MDMAയുമായി പിടിയിലാകുന്നത്. ഈ കരുനാഗപ്പള്ളി തഴവ മണപ്പള്ളി സ്വദേശിയായിട്ടുള്ള രാജേഷാണ്, 25 വയസ്സുകാരനാണ് പോലീസിന്റെ പിടിയിലായത്. തുടർന്ന് ഇയാളിൽ നിന്നും 74 മില്ലിഗ്രാം MDMA കണ്ടെടുത്തിട്ടുണ്ട്. ഈ പ്രതിക്ക് മയക്കുമരുന്ന് എത്തിച്ചു കൊടുക്കുന്നവരെ കുറിച്ചുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുകയാണെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ മയക്കുമരുന്ന് വിപണനത്തിന് ഇത്തരത്തിലുള്ള അതായത് 74 മില്ലിഗ്രാമോളം ഇയാളിൽ നിന്ന് കണ്ടെടുത്തു. അത്തരത്തിൽ വിപണനം അതോടൊപ്പം തന്നെ വിൽപ്പനയും ഉൾപ്പെടെ നടന്നു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇയാളെ പിടികൂടിയിട്ടുള്ളത്. ഇയാൾ സ്ഥലത്തെ തന്നെ DYFI പ്രവർത്തകനാണ്. അതോടൊപ്പം തന്നെ ഈ പിടിയിലായ പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയ ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രദേശത്തെ DYFI പ്രവർത്തകനാണ്. അതോടൊപ്പം തന്നെ ഇവരുടെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇത്തരത്തിൽ ഈ ഒരു ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. അതിൽ പ്രധാന കണ്ണികൂടിയാണ് ഈ പിടിയിലായിട്ടുള്ള രാജേഷ്. അപ്പോൾ രാജേഷ് ഇത്തരത്തിലുള്ള വിൽപ്പന നടത്തി വന്നിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനമൊട്ടാകെ തന്നെ ഇത്തരത്തിൽ ഈ ലഹരി കേസുകളിൽ പിടിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഓരോ സ്ഥലങ്ങളിൽ നിന്നും SFI പ്രവർത്തകർ ഉൾപ്പെടെ പിടിയിലാകുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ DYFIയുടെ സജീവ പ്രവർത്തനം കൂടിയായിട്ടുള്ള ഈ രാജേഷ് പിടിയിലായിട്ടുള്ളത്. എന്തായാലും തുടർ നടപടികൾ കരുനാഗപ്പള്ളി പോലീസാണ് സ്വീകരിച്ചത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണവും എങ്ങനെയാണ് MDMA ഇയാൾക്ക് ലഭിച്ചത് എന്നുള്ളതിനെ കുറിച്ചുള്ള അന്വേഷണവും നടത്തി വരുന്നുണ്ട്. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്.